Hi friends, welcome to our channel. നമുക്കറിയാം കറ്റാർവാഴ എന്നൊരു ചെടിയെ പറ്റി നമുക്ക് ആദ്യം പറയേണ്ടത് എന്താ, നമുക്ക് അഴകും അതുപോലെ തന്നെ ആരോഗ്യവും ഒരുപോലെ തരുന്നൊരു ചെടിയാണ്. അതിൻ്റെ ജെല്ല് ഏറെ യൂസ്ഫുൾ ആണ് നമുക്ക് എല്ലാവർക്കും അറിയാം. സോ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഈ കറ്റാർവാഴ തന്നെ ഉപയോഗിച്ചിട്ട് നമ്മളൊരു ഈസി ആയിട്ടുള്ളൊരു ബോട്ടിൽ ആർട്ട് ചെയ്യാൻ പോവാണ്. ഒരു മിനിയേച്ചർ ഇൻസുലിൻ ബോട്ടിൽ ഉപയോഗിച്ചിട്ടുള്ള മിനിയേച്ചർ ബോട്ടിൽ ആർട്ടാണ് ചെയ്യുന്നത്. ഞാൻ ഇതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇൻസുലിൻ ബോട്ടിലാണ്. ഇൻസുലിൻ്റെ മെഡിസിൻ തീർന്നിട്ടുള്ള ബോട്ടിലാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് കറ്റാർവാഴയൊന്നും വേണ്ട, അതിൻ്റെ ജെല്ല് ഒരുപാടൊന്നും വേണ്ട. നമുക്ക് ഒരു ലീഫ് കട്ട് ചെയ്തെടുത്താൽ മതി ഇതുപോലെ. എന്നിട്ട് നമുക്ക് ഇതുപോലെ രണ്ട് സൈഡും നമുക്ക് പീൽ ഓഫ് ചെയ്തെടുക്കാം. ഇതിൻ്റെ ഉള്ളിലുള്ള ജെല്ല് നമ്മൾ ഇതുപോലെ തന്നെ ഉള്ളിലുള്ള ജെല്ല് കുറേശ്ശെ ആയിട്ട് നമുക്ക് എടുത്ത് മാറ്റി വയ്ക്കാം. ഇതിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് കറ്റാർവാഴ ജെല്ല് നമ്മൾ എടുത്തതിന് ശേഷം ഒരിക്കലും നമ്മൾ മിക്സിയിലിട്ട് ഒന്ന് ഗ്രൈൻഡ് ചെയ്തിട്ടൊന്നും ചെയ്യരുത്. ആ ഒരു കറക്റ്റ് ജെല്ല് കിട്ടാനായിട്ട് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു ബോട്ടിൽ ശരിക്കും നേരിട്ട് കാണാം ഈ ഒരു ജെല്ല്. അപ്പോൾ അതിൻ്റെ ഒരു നമ്മൾ റെസിൻസ് ഒക്കെ ഉപയോഗിക്കില്ലേ, റെസിൻ നമ്മൾ ഒരു ബോട്ടിൽ മിനിയേച്ചർ ബോട്ടിലാട്ടിലൊക്കെ റെസിൻ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിനകത്തൊരു എന്താ പറയുക, ഇങ്ങനെ സോപ്പും പത പോലെ ഒരു ബബിൾസ് ഒക്കെ കാണും. അപ്പോൾ ആ ഒരു രീതിയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ഡയറക്റ്റ് ഗ്രൈൻഡ് ചെയ്തൊന്നും എടുക്കണ്ട. ഡയറക്റ്റ് ചെറുതായിട്ട് ചെറിയ പീസസ് ആക്കിയിട്ട് അതിനകത്തേക്ക് ഇട്ടാൽ മതി. ബാക്കിയുള്ള ലിക്വിഡും കൂടി ജെല്ല് രൂപത്തിലുള്ളതും കൂടി അതിനകത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു കളറിൽ നമുക്ക് ആ ഒരു രീതിയിൽ കിട്ടും. സോ അതിനകത്തേക്ക് ഞാൻ കുറച്ച് കളറും കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഞാനിവിടെ ബ്ലൂ കളറാണ്, റോയൽ ബ്ലൂ ആണ് മിക്സ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ മിക്സ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ലൈറ്റ് ഒരു ബ്ലൂ കളറും കൂടെ അതിനകത്ത് വരുന്നുണ്ട്. ഞാൻ അതിൻ്റെ ടോപ്പ് എൻഡിൽ ഒരു കുറച്ച് ഗ്ലിറ്റർ പൗഡർ ആഡ് ചെയ്യുന്നുണ്ട്. അതും ബ്ലൂ കളർ തന്നെയാണ്. ഇപ്പോൾ റെഡാണ് എടുക്കുന്നതെങ്കിൽ കളറിനനുസരിച്ചിട്ട് നമുക്ക് ഗ്ലിറ്റർ പൗഡർ ആഡ് ചെയ്യാം. അപ്പോൾ ആ ഒരു ഭംഗിയിൽ തന്നെ നമുക്ക് കിട്ടും അത്. അതിൻ്റെ ടോപ്പ് എൻഡിൽ അത് കവർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് കോർക്ക് പോലത്തെ ഒരു ഇത് വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല അത്. സോ ഞാനൊരു തെർമോക്കോൾ ആ ഒരു റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ട് ബ്രൗൺ കളർ അടിച്ചിട്ട് ഒരു കോർക്ക് പോലെ ആക്കിയിട്ട് അതിനകത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നോക്കുമ്പോൾ നമുക്കറിയാം അതിൻ്റെ ആ ഇന്നർ സൈഡിൽ ശരിക്കും റെസിനൊക്കെ എങ്ങനെയാണ് നമ്മൾ വെക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ശരിക്കും ഒരു മിനിയേച്ചർ ബോട്ടിൽ ആർട്ട് ചെയ്യുമ്പോൾ, ഇപ്പോൾ ഒരു ഓഷ്യൻ തീമൊക്കെ ബോട്ടിലായിട്ടൊക്കെ ചെയ്യുമ്പോൾ എങ്ങനെയാണ് അതിൻ്റെ ലുക്ക്, ആ രീതിയിൽ ബബിൾസൊക്കെ ഇട്ട് നല്ല രീതിയിൽ അത് സെറ്റായിട്ടുണ്ട്. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, നമുക്കിത് മിക്സിയിലിട്ട് ഗ്രൈൻഡ് ചെയ്തൊന്നും യൂസ് ചെയ്യേണ്ട. ശരിക്കും അതിൻ്റെ ബബിൾസും അതിൻ്റെ ബാക്കിയുള്ള നാരുകളും ഒക്കെ ഇതിനകത്ത് ഉണ്ടെങ്കിലാണ് ആ ഒരു ഭംഗിയിൽ ആ ലുക്കിൽ നമുക്കിത് കിട്ടുള്ളൂ. കറ്റാർവാഴ ജെല്ല് ഉപയോഗിച്ചിട്ട് മാത്രമാണ് ആ ഒരു ലുക്കിൽ കിട്ടുന്നത്. കാരണം നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ആ ജെല്ലിൻ്റെ ഒപ്പം നമ്മൾ അഡീഷണൽ ആയിട്ട് വേറെ ഒന്നും ആഡ് ചെയ്യുന്നില്ല. നമുക്ക് വേണമെങ്കിൽ പല വീഡിയോയിലും കണ്ടിട്ടുണ്ട്, നമുക്ക് വേണമെങ്കിൽ ഈ ഓഷ്യൻ തീം ഒക്കെ ചെയ്യുമ്പോൾ റെസിൻ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഗ്ലിസറോൾ ഉപയോഗിക്കാം. പിന്നെ അത് മാത്രമല്ല ഓയില്, നമ്മുടെ കോക്കനട്ട് ഓയിലൊക്കെ ഉപയോഗിക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബോട്ടിൽ ആർട്ടിൻ്റെ പ്രത്യേകത തന്നെയാണ്, കറ്റാർവാഴ ജെല്ല് മാത്രമേ ഇതിൽ യൂസ് ചെയ്യുന്നുള്ളൂ. വേറെ എക്സ്ട്രാ ഒന്നും നമ്മൾ അഡീഷണൽ ആയിട്ട് ഇതിനകത്ത് ചേർക്കുന്നില്ല. എന്നാലും നമുക്ക് ആ ഒരു ലുക്കിൽ കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഒരു പെൻസിലോ ക്രയോൺ പെൻസിലോ, എന്തായാലും ഞാനിപ്പോൾ ക്രയോൺ പെൻസിലാണ് എടുത്തിരിക്കുന്നത്. പെൻസിൽ എടുത്തിട്ട് ഇതുപോലെ പെൻസിൽ ക്രേവിങ്സ് എടുക്കുക. നന്നായിട്ട് ഇത് ഷാർപ്പൻ ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ ഒരു ക്രേവിങ്സ് ആണ് അടുത്ത ബോട്ടിലായിട്ട് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ കളർ പെൻസിൽ ഉണ്ടായിരുന്നു. സോ അതുകൊണ്ട് തന്നെ അത് ഇങ്ങനെ പെൻസിൽ കുർമിച്ചപ്പോൾ നമുക്കതിൽ ബാക്കി ക്രേവിങ്സ് മാത്രമല്ല, ബാക്കി അതിനകത്ത് കുറച്ച് ആ ഒരു കളറിലുള്ള കുറച്ച് പൊടികൾ കിട്ടിയിട്ടുണ്ട്. സോ അതും കൂടെ നമുക്ക് ഇതിനകത്ത് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ബോട്ടിലാട്ടും നമ്മൾ ഇൻസുലിൻ ബോട്ടിൽ തന്നെയാണ് ഇതിന് യൂസ് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ കറ്റാർവാഴ ജെല്ല് ഉപയോഗിക്കുന്നത് മിക്സിയിൽ ഗ്രൈൻഡ് ചെയ്തിട്ട് ഫൈബേഴ്സ് ഒന്നും ഇല്ലാണ്ട് ക്ലീൻ ആയിട്ടുള്ള ഒരു ജെല്ലാണ് ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അതിനകത്തേക്ക് ഞാൻ ആഡ് ചെയ്യുന്നത് ഗ്രീൻ കളറാണ്. ഗ്രീൻ കളർ ഞാൻ ഡയറക്റ്റ് ഈ ഒരു ജെല്ലിലേക്ക് ആഡ് ചെയ്യുന്നില്ല. അതിന് പകരം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പെൻസിൽ ക്രേവിങ്സിലേക്ക് ഗ്രീൻ കളർ ഒന്ന് ചേർത്ത് കൊടുക്കുവാണ്. അതിൻ്റെ രണ്ട് സൈഡും ഈ ഒരു കളറ് അപ്ലൈ ചെയ്ത് കൊടുക്കുവാണ്.
പെൻസിൽസ് ഷാർപ്പ് ചെയ്യുമ്പോഴേക്കും കറക്റ്റ് ഈ റൗണ്ട് ഷേപ്പിലൊന്നും കിട്ടണമെന്നില്ല കേട്ടോ. പല ഷേപ്പിൽ നമ്മളത് റൗണ്ട് ഷേപ്പിൽ കിട്ടിയാൽ തന്നെ നമ്മളത് ചുരുട്ടിയെടുത്ത് ഇപ്പോൾ പെയിന്റ് അടിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയാണ് ഈ റൗണ്ട് അല്ലെങ്കിൽ സെമി റൗണ്ട് ഒരു ഷേപ്പിൽ നമ്മളത് എടുത്തിരിക്കുന്നത്. നമുക്കത് പൊടിച്ച് ചെറിയൊരു ഷേപ്പിലാക്കിയാൽ മതി, കാരണം എന്നാലും നമുക്കത് ബോട്ടിൻ്റെ ഉള്ളിലേക്ക് എടുത്തു വെക്കാൻ പറ്റുള്ളൂ. ഒരു ബോട്ടിൽ ആർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പെൻസിൽ ക്രേവിങ്സ് തന്നെ വേണമെന്നില്ല. എൻ്റെ കയ്യിൽ ഇപ്പോൾ നമ്മൾ ഈസി ആയിട്ട് നമ്മുടെ കയ്യിൽ എന്തുണ്ട് ആ ഒരു ഇത് നോക്കിയിട്ടാണ് ഞാൻ പെൻസിൽ ക്രേവിങ്സ് എടുത്തത്. അതിപ്പോൾ എല്ലാവരുടെ കയ്യിലും ഉണ്ടാവുമല്ലോ, പെൻസിൽസ് കിട്ടാൻ വലിയ ബുദ്ധിമുട്ടില്ല. സോ അതുകൊണ്ടാണ് ഈ ഒരു പെൻസിൽ ക്രേവിങ്സ് തന്നെ എടുത്തത്. അപ്പം നമുക്ക് ബീഡ്സോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെറിയ ടൈനി പാർട്ടിക്കിൾസ് എന്തെങ്കിലും ഭംഗിയുള്ള എന്തെങ്കിലും ഒരു കാര്യങ്ങളോ ഒക്കെ ഇതിനകത്തേക്ക് ആഡ് ചെയ്തെടുക്കാം. നമ്മുടെ ഇഷ്ടം പോലെ നമ്മുടെ ചോയ്സ് അനുസരിച്ചിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ ഞാനിതിൽ നമുക്ക് ഈസി ആയിട്ട് കിട്ടുന്ന ഒരു കാര്യമാണ് പെൻസിൽ ക്രേവിങ്സ്. അതൊക്കെ കളറടിച്ചെടുത്തു കഴിഞ്ഞാൽ ആ ഒരു സംഭവമാണെന്ന് പെട്ടെന്ന് അറിയേയില്ല. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു സംഭവം തന്നെ എടുത്തത്. എനിക്ക് വേറെ കളറൊന്നും മിക്സ് ചെയ്തിട്ടില്ല. അതിന് പകരം പെൻസിൽ ക്രേവിങ്സിൽ ഗ്രീൻ കളർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഓരോന്നായിട്ട് നമുക്ക് ഈ ജെല്ലിലേക്ക് ഇടാം. ഇവിടെ നമ്മൾ എടുത്ത് ആദ്യം പെൻസിൽ ഷാർപ്പ് ചെയ്തപ്പോഴേക്കും കളർ പെൻസിൽ ആയതുകൊണ്ട് അതിൻ്റെ ഒരു കളറും കൂടെ ഇപ്പോൾ അതിനകത്ത് ഉണ്ടായിരുന്നതൊരു മജന്തയും യെല്ലോയും കളേഴ്സാണ്. അപ്പോൾ ആ രണ്ട് കളേഴ്സിൻ്റെയും ചെറിയ പൊടികൾ, ചെറിയൊരു മിനിയേച്ചർ ആയിട്ടുള്ള ചെറിയ ഷേപ്സ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ അതിനകത്തേക്ക് ഇട്ടപ്പോഴേക്കും ഒരു വേറെ ലുക്ക് തന്നെ കിട്ടിയിട്ടുണ്ട് അതിന്. അപ്പോൾ അത് ഫൈനൽ ലുക്കിൽ ഞാൻ കാണിച്ചു തരാം. നമ്മൾ കോർക്കൊന്നുമില്ല, സെപ്പറേറ്റ് നമ്മൾ തെർമോക്കോളിൻ്റെ ആ ഒരു ഷേപ്പിൽ റൗണ്ട് അല്ലെങ്കിൽ സിലിണ്ടറിക്കൽ ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ട് ഒരു എന്താ പറയുക ആ ഒരു കളറിൽ ബ്രൗൺ കളറിൽ ഒരു വുഡിൻ്റെ കളറിൽ നമ്മൾ അടിച്ചെടുത്തിട്ട് അതിനകത്തേക്ക് ഒന്ന് അടച്ചു വെച്ചു. ആദ്യത്തേതിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു ഓഷ്യൻ തീം പോലത്തെ ഒരു അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ബബിൾസ് ഒക്കെ ഉള്ളൊരു രീതിയിലാണെങ്കിൽ, രണ്ടാമത്തേൽ നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു ബോട്ടിൽ ആർട്ടാണ്. പക്ഷെ അതിൽ ഈ ഒരു ക്രേവിങ്സ് ഒക്കെ വന്നേക്കുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ യെല്ലോയും മജന്തയും ചെറിയ ആ ഷാർപ്പൻ ചെയ്ത അതിൻ്റെ ബാക്കിയുള്ള പീസസ് ഒക്കെ കിട്ടിയതുകൊണ്ട് ഒരു വേറെ ലുക്ക് തന്നെ, സിമ്പിളായിട്ടൊരു ക്യൂട്ടായിട്ടുള്ളൊരു ലുക്കിലുള്ള ഒരു ബോട്ടിൽ ആർട്ട്, മിനിയേച്ചർ ബോട്ടിൽ ആർട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് സപ്പോസ് പെട്ടെന്ന് ചെയ്തെടുക്കാമെന്ന് മാത്രമല്ല, നമുക്ക് ഇതിലൊരു കീ ചെയിനൊക്കെ കൊളുത്തിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് കീ ചെയിനായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നൊരു ഓപ്ഷനിൽ അത് എനേബിൾ ചെയ്തിട്ടേക്കാൻ മറക്കല്ല. അപ്പോൾ നിങ്ങൾക്ക് നമ്മളിടുന്ന വീഡിയോസ് എല്ലാം നമുക്ക് നോട്ടിഫിക്കേഷനായിട്ട് കറക്റ്റായിട്ട് നിങ്ങൾക്ക് അപ്ഡേറ്റ് ആവും. അപ്പോൾ ഇന്ന് നമ്മളുണ്ടാക്കിയ ഈ 2 മിനിയേച്ചർ ബോട്ടിൽ ആർട്ടുകളിലും നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടത് എന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും, അതുപോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് അത്യാവശ്യം നന്നായിട്ട് തോന്നിക്കഴിഞ്ഞാൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.